ഇപ്പം സമയം 12:11. അപ്പം നമുക്ക് വിഷുവിന് ചൂടാം. നമ്മൾ ഇത്രയും കാലം നോൺ വെജും വെജും ഒക്കെ കുക്ക് ചെയ്തതല്ലേ, അപ്പം നമ്മൾ കണ്ണന് വേണ്ടി അപ്പം ചൂടല്ലേ. അതുകൊണ്ട് ഞാൻ വെള്ളം നനച്ച് ഫുള്ളായിട്ടൊന്ന് തുടച്ച് കാരാന്നല്ലേ ഇതിന് പറയുന്നത്, ഉണ്ണിയപ്പച്ചട്ടി നമുക്കങ്ങനെ പറയാം. അതെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. തൽക്കാലം വെളിച്ചെണ്ണ ഞങ്ങൾ വാങ്ങാത്തത് കൊണ്ടും അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ളത് തീർന്നു പോയതുകൊണ്ട് ബാക്കി ഞാനിരുന്ന് കുപ്പിയിൽ നിന്നും കൂടി അതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ അമ്മമ്മ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അമ്മമ്മ കലക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ പാടുണ്ടായിരുന്നില്ല. പിന്നെ ദൈവത്തെയും കണ്ണനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചമ്മ വെച്ച്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അപ്പം ചുട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പണി കാട്ടിയായിരുന്നേ. അതായത് അപ്പച്ചട്ടിയും വന്നില്ലടാ. ഇപ്രാവശ്യം എനിക്കറിയുന്ന സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് ഒഴിച്ച്. പിന്നെ ദൈവം സഹായിച്ച് തണ്ടടാ അപ്പം പൊന്തി തുള്ളി വരും. അത് കണ്ടപ്പോൾ കിട്ടിയ ഒരു സമാധാനം അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കാരണം ഇത് വല്ലതും ഫ്ലോപ്പായിരുന്നെങ്കിൽ എനിക്ക് നല്ലപോലെ സങ്കടമായേനെ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞതല്ലേ. അപ്പോൾ ഫ്ലോപ്പായ അവരൊക്കെ കൂടെ എന്നിട്ട് വഴക്കും അറിയില്ലേ. സംഭവം ഇത് വിഷുവിൻ്റെ തലേന്നാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെല്ലാം പണിയുണ്ടെന്നറിയോ ഗൈസ്. കണ്ണിന് ഒരുക്കണം, കണി സെറ്റ് ചെയ്യണം, പിന്നെന്താ എനിക്ക് ഈ വിഷുവിൻ്റെ തലേന്നാകുമ്പോൾ എനിക്കൊരു ബാധ കയറും. എന്താ വെച്ചാൽ എല്ലാം എനിക്ക് തന്നെ ചെയ്യണം. അപ്പം ഇനി പുറത്ത് പോയി പൂക്കളൊക്കെ അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല പറിച്ച് വെച്ചില്ലടാ, ഇത് അപ്പം ചുടുന്ന സമയത്ത് പൂക്കളൊന്നും പറിച്ച് വെച്ചില്ല. പുറത്ത് പോയൊരു പൂക്കൾ പറിച്ച് വേണം നമുക്ക് മാല കെട്ടാൻ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എപ്പോൾ ഉറങ്ങും ചോദിച്ചാൽ വിഷുവിന് തല ഞാൻ ഉറങ്ങാറില്ല ഗൈസ്. അങ്ങനെ എൻ്റെ അപ്പം നല്ല എന്താ പറയുക, ഇപ്പം എനിക്ക് കാണുമ്പോൾ കൊതി വരുന്നു ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ഇത്രയും കാലം ഇവിടെ പോയി, അതാ എനിക്ക് മനസ്സിലാവട്ടെ. ഞാൻ എൻ്റെ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ വെറുതെ ഒന്ന് ഗാലറി തപ്പിയപ്പോഴാണ് കാണുന്നത് വിഷുവിന് അപ്പം ചുടുന്നതും കണ്ണനെ എടുക്കുന്നതും സകലമായ വീഡിയോസ് എടുത്ത് വെച്ചിട്ട്. ഇതൊക്കെ ആർക്കെടുത്ത് വെച്ചതാ, ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൂടെ എനിക്ക്. ഇപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ മേലെ ഒരു അപ്പം എടുത്ത് വെച്ചിട്ട് കാണുന്നില്ല ഗൈസ്. അതെന്തിനാന്ന് ചോദിച്ചാൽ എനക്കും അറിയില്ല കേട്ടണ. അത് അമ്മമ്മ പറഞ്ഞതാ, അങ്ങനെ എടുത്ത് വയ്ക്കണം. ഫസ്റ്റ് തപ്പം നമ്മൾ ആ ഗ്യാസിന് വേണം അത്ര കൊടുക്കാൻ. സോറി, ഇത് സാധാരണ അടുപ്പിലാണല്ലോ ചുടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തപ്പം അടുപ്പിന് വേണം അത്ര കൊടുക്കാൻ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല, എന്നാലും നമ്മളത് പറഞ്ഞിരുന്നതാണല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു ഗൈസ്, അപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പം വെക്കാനുള്ള ചട്ടി ഡെക്കറേറ്റ് ചെയ്യാം. എന്തിനാ കുറക്കണേ, അതുകൊണ്ട് നമ്മൾ ചട്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭസ്മുണ്ടല്ലോ, ഭസ്മാണ്. ഭസ്മത്തിൻ്റെ അകത്ത് ലക്ഷ്യം വെള്ളം കൂടി ചേർത്ത് അതങ്ങ് കലക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലോട്ടങ്ങ് ഡിസൈൻ പോലെ വരച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ലേ, ഇതുപോലെ. ആദ്യമൊക്കെ ഇവിടുന്ന് തുടങ്ങിയ അവിടെ എത്തുന്ന ഡിസൈൻ ആണെങ്കിലും നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ ആ നാക്കിന് നമ്മളൊരുപോലെ അങ്ങ് പോകും ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴെ മേലെയൊക്കെ ചെയ്യണം കേട്ടോ. കഴിഞ്ഞു ഗൈസ്, ആ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച് അതിൻ്റെ മേലെ വാഴേൻ്റെ തീരിൽ ഇല വെച്ച് നമ്മളതിൻ്റെ അകത്തോട്ട് ഉണ്ണിയപ്പം ഇടാൻ പോവുക. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. കാണാനൊക്കെ ഉണ്ട്, ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ പിന്നെ ഇത് ഞാൻ കണി വെക്കട്ടെ. ബായ്.